കല്യാണം കഴിഞ്ഞ് വിരുന്ന് വിളിക്കലിന്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാക്കിയോളാം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് കേട്ടാ നമ്മുടെ സബോള നന്നാക്കല്. അപ്പൊ സബോള നമ്മൾ കത്തിയോണ്ടല്ല നന്നാക്കണത്. നമ്മൾക്കൊരു മെഷീൻ ഉണ്ട്. അതുകൊണ്ടാണ് നന്നാക്കണത്. സെയിം ലെവൽ ഓഫ് പീസസ് കിട്ടണല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പൊ രണ്ട് മൂന്നെണ്ണം നന്നാക്കിയപ്പോ തന്നെ എന്റെ കണ്ണ് എരിഞ്ഞു തുടങ്ങി. എന്നിട്ട് ഞാൻ കരച്ചിൽ തുടങ്ങിയിട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു കണ്ണടച്ചിട്ട് നന്നാക്കാന്ന്. അങ്ങനെ കണ്ണടച്ചിട്ട് നന്നാക്കിയപ്പോഴാണ് ആ സംഭവം ഉണ്ടാവണത്. എന്റെ കൈ അങ്ങോട്ട് മുറിഞ്ഞു. സൂപ്പറായിട്ട് മുറിഞ്ഞു. നെഗടക്കം പോണ രീതിക്ക് മുറിഞ്ഞു. അത്യുത്തമം. ആ ഒരു പീസ് ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നു ട്ടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഞാൻ അത് എടുത്ത് വെച്ചു. പിന്നെ എപ്പോ കൈ മുറിഞ്ഞാലും പന്തം പോലെ കെട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പൊ തന്നെ ഞാൻ പോയി ഒരു തുണി എടുത്തിട്ട് വന്നിട്ട് പന്തം പോലെ അങ്ങോട്ട് കെട്ടി വെച്ചു. അപ്പൊ ഒരു സമാധാനം. ഹായ്. പിന്നെ എനിക്ക് കൈ മുറിഞ്ഞോന്ന് പറഞ്ഞിട്ട് എരിയണൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ കാണുമ്പോ എനിക്കെന്തോ പെട്ടയുണ്ടോന്നൊന്നും ചെറുതായിട്ടൊന്നും തോന്നും. പക്ഷെ അത് പെട്ടയല്ല ഗൈസ്, ഭാഗ്യനിധിയാണ്. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് തന്നെ തിരിച്ചു പോയി 3 സബോളയും കൂടി അരിയാനുണ്ടായിരുന്നു. ആ 3 സബോളയും ഞാൻ തന്നെ അരിഞ്ഞു. ആ സാധനം കൊണ്ട് തന്നെ അരിഞ്ഞു. ഇതൊക്കെ എന്ത് നമ്മൾ എന്തൊക്കെ ചെയ്തേക്കണു. എപ്പൊ കത്തി എടുത്താലും ഞാൻ കൈ മുറിക്കാറുണ്ട്. ഇപ്പൊ ഇതുകൊണ്ടാന്ന് മാത്രം. കത്തി കൊണ്ടല്ല. കത്തി അല്ലെങ്കിൽ വേറൊരു സാധനം വെച്ചിട്ട് കൈ മുറിക്കുക അത്ര തന്നെ. പിന്നെ എന്റെ വീട്ടിലത്തെ കട്ടിങ് സ്പെഷ്യലിസ്റ്റ് ഞാനാണ്. എന്ത് സാധനം ഭംഗിയിൽ കട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടാത്ത കാരണം ഞാനെല്ലാം ഭംഗിയിൽ കട്ട് ചെയ്യണ കാരണം അമ്മ എല്ലാം എനിക്ക് കട്ട് ചെയ്യാൻ തരും. പിന്നെ അന്ന് എന്റെ ദിവസമായിരുന്നു. എനിക്ക് പൊള്ളലും അതേപോലെ തന്നെ കൈമുറിയലും എല്ലാം ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ സൂപ്പർ ദിവസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് എന്റെ ദിവസമായിരുന്നു അന്ന്. കറക്റ്റ് എന്റെ ഇന്ന ദിവസം. പിന്നെ അങ്ങനെ നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കി ബീഫിൽ പുതിയനെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇടാനൊക്കെ നല്ല രസമാണല്ലോ. അങ്ങനെ കിട്ട് ലാസ്റ്റ് ഞാൻ ബിരിയാണിക്ക് ഉണ്ടാക്കിയിട്ടാ. പക്ഷെ അതിനൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൈവേദന ആ സമയത്ത് മാത്രം ഒരു തരിപ്പുണ്ടായിരുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ നല്ല വേദനയായിരുന്നേ. അപ്പൊ എന്റെ മൈൻഡ് കട്ടായതുകൊണ്ടും പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ ലിമിറ്റഡ് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ കാരണം കൊണ്ട്. അപ്പൊ ഓക്കെ ടാറ്റാ.